ഞാൻ ഈ പണ്ഡിതന്മാരെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോയിൽ ആരോ ഒരാൾ ഒരു കമൻ്റ് ഇട്ടു. ജീവിച്ചിരിക്കുന്ന ഒരാത്മീയ പണ്ഡിതൻ്റെ പേര് പറയാമോ ഡോക്ടർ അനിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ജീവിച്ചിരിക്കുന്ന ആത്മീയതയുള്ള, ആ ആത്മീയത പ്രകടനപരതയിലല്ലാത്ത ഒരുപാട് ആളുകൾ പലയിടങ്ങളിലും ഉണ്ടാവും. പക്ഷേ അവരുടെ ഒന്നും പേരുകളും അവരെ ഒന്നും നാം തിരിച്ചറിയാത്തത് നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന പ്രകടനക്കാരായോ വെല്ലുവിളിക്കാരായോ ഗുസ്തിക്കാരായോ അല്ലെങ്കിൽ സ്പിരിച്വൽ എൻ്റർപ്രണേഴ്സായോ ആത്മീയ വ്യാപാരികളായോ ഒക്കെ അവരെ കാണാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾ പലരും ഉണ്ടാകും. അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ എനിക്കറിയാവുന്ന ഒരാളിനെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം ഈ പറയുന്ന പാരമ്പര്യ ഗണത്തിൽപ്പെട്ട് വാപ്പയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ആരെങ്കിലും പണ്ഡിതന്മാരായതുകൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനമെന്നുള്ള നിലയിൽ പണ്ഡിതനായ ആളല്ല. സാധാരണ പോലെ ഡിഗ്രി വരെ പഠിച്ച ശേഷം പിന്നീട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി അദ്ദേഹം മതപഠനത്തിലേക്ക് തിരിഞ്ഞ് ഏതാണ്ട് 3-4 വർഷക്കാലത്തോളം നാട്ടിലും പിന്നീട് ഏതാണ്ടൊരു 3-4 വർഷക്കാലത്തോളം നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും പഠിച്ച് പുറത്തിറങ്ങിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ജമാഅത്തിൽ വന്നിട്ട് ഏതാണ്ട് 30-ലേറെ കൊല്ലങ്ങളായി. അദ്ദേഹത്തെ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളെല്ലാവരും ആ കാലത്ത് ആ സമയത്ത് റമദാനിലെ അവസാനത്തെ 10-ൽ പള്ളിയിൽ എഴുത്തിക്കാഫിലായി കഴിയാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി 3 മണിക്ക് ഉണർന്നു നോക്കുമ്പോൾ ഒരു ഹൗദിൻ്റെ അടുത്ത് നിന്ന് ഒരു കാൽ മറ്റേ കാലിൽ വെച്ചുകൊണ്ട് പ്രകാശത്തിൽ ഖുർആൻ ഓതുന്ന അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യമായി കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം. അപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തോട് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രസംഗവും മറ്റ് കാര്യങ്ങളുമൊക്കെയായി പകൽ പലയിടങ്ങളിലും നടക്കുന്നതുകൊണ്ട് രാത്രിയിൽ ഈ ഓതുന്നതിന് വേണ്ടി ഒരു സൗകര്യത്തിന് നോക്കിയതാണ്. പള്ളിക്കകത്ത് ഒരുപാട് ആളുകൾ ഉറങ്ങുമ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഓതിയാൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ഓതിയതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ നിന്ന് ഓതുന്നത് ആരെയും കാണാനോ കാണിപ്പിക്കാനോ അല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ സഞ്ചരിക്കുന്നത് ഒരു സൈക്കിളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്കൂട്ടറിലോ ഒക്കെയാണ് പലയിടങ്ങളിലും കാണാറുള്ളത്. അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളോ യൂട്യൂബ് പ്രസംഗങ്ങളോ അത് റെക്കോർഡ് ചെയ്യുന്ന ഫാൻസ് അസോസിയേഷനോ അദ്ദേഹം വരുന്നതും പോകുന്നതും അറിയിക്കുന്നതും വിളിച്ചു പറയുന്നതുമായ കിങ്കരന്മാരോ ഒന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൃപ്തിക്കനുസരിച്ച് ഉടയതമ്പുരാൻ്റെ തൃപ്തിക്ക് വേണ്ടി അമലുകൾ ചെയ്യുന്നു, ജീവിക്കുന്നു. അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊന്നും നീട്ടിക്കുറുക്കിയ ഈ പറയുന്ന അർത്ഥശൂന്യമായ ഉള്ളിലൊന്നുമില്ലാത്ത കഥകളോ ഉപകഥകളോ ഈണമോ ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രബോധനമെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന രീതിയിൽ വളരെ ഷാർപ്പായി പറയുന്ന വാക്കുകളാണ്. അത് പറയുന്നത് എന്തെങ്കിലും പ്രാസമൊപ്പിച്ചോ ഈണമൊപ്പിച്ചോ കേൾക്കുന്നവരുടെ ഇമ്പത്തിനോ ഒന്നുമല്ല. അദ്ദേഹം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്കും ലെവലിലേക്കും എത്തി അദ്ദേഹം അങ്ങ് സംസാരിക്കുകയാണ്. കേൾക്കേണ്ടവർക്ക് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കാം. ചില സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞു പോകുന്ന വിഷയത്തിൻ്റെ തീവ്രത കൊണ്ടും ആ മൂർച്ച കൊണ്ടും ചിലപ്പോൾ ഈ സമയമൊക്കെ 5-10 മിനിറ്റോ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാറുണ്ട്. അതേസമയം ചില താളാത്മക ഈണ പ്രസംഗിക്കുന്നവർ ഈ പറയുന്ന ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കി അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കഥകളുമായി വലിച്ചു നീട്ടാറുണ്ട്. ഇദ്ദേഹം അങ്ങനെ നീട്ടുന്നതൊട്ടും കണ്ടിട്ടേയില്ല. അദ്ദേഹത്തിനെ ഏതെങ്കിലും വീട്ടിലോ ചടങ്ങിലോ ആരെങ്കിലും ദുആയിക്കോ മറ്റുള്ള കാര്യത്തിനോ വിളിച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകം വാഹനം അയക്കുകയോ അകമ്പടിക്കാർ വരികയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 10-20 മുതൽ ഉള്ള കുട്ടികൾ ഉൾപ്പെട്ടിരുന്ന ദറസിലെ അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴും
അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകുന്നതിനോ കാല് തടവുന്നതിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണികൾ ചെയ്യുന്നതിനോ ഇന്നുവരെ ഒരു ദർസിലെ വിദ്യാർത്ഥികളെയും ഉപയോഗിച്ച് കണ്ടിട്ടേയില്ല. അവരോടൊക്കെയും സൂക്ഷിക്കേണ്ട അകലവും എടുക്കേണ്ട നിലപാടും കൃത്യമായി എടുത്തു പോരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നാട്ടിലൊക്കെ ഒരുപാട് വസ്തു കച്ചവടക്കാരുണ്ടെങ്കിലും ഏതെങ്കിലും കച്ചവടക്കാരുടെ പങ്ക് കച്ചവടക്കാരനോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളോ അല്ലെങ്കിൽ അത്തരം വെള്ള ഇന്നോവയ്ക്കകത്ത് കറങ്ങി നടക്കുന്ന ആളോ പിന്നെ എന്തെങ്കിലും മാർഗമുള്ളവർക്ക് പ്രത്യേകമായ തടുക്കിട്ട് കൊടുക്കുന്ന ആളോ ഒന്നുമല്ല. പിന്നെ പറയുന്നതാകട്ടെ വളരെ ഷാർപ്പായി ആണ് അദ്ദേഹം സംസാരിക്കുന്നത്, വിത്തൗട്ട് എനി കോംപ്രമൈസ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹം വന്ന ജമാഅത്ത് പ്രസിഡൻറ്റിന് അദ്ദേഹം വരുന്ന സമയത്ത് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. ഒരു പെരുന്നാൾ പ്രസംഗത്തിൽ അദ്ദേഹം കടന്നാക്രമിച്ചത് അന്ന് അവിടെ നടക്കുന്ന സിനിമകളും അതിലേക്ക് ഈ അമലുകൾ പോലും നഷ്ടപ്പെടുത്തി പോകുന്ന മനുഷ്യരെക്കുറിച്ചുമാണ്. ഓർക്കണം, ജമാഅത്ത് പ്രസിഡൻറ്റിനാണെന്ന് സിനിമാ തിയേറ്റർ ഉള്ളത്. പക്ഷേ ആ പറഞ്ഞ ആളിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന വിശാലത ആ ജമാഅത്ത് പ്രസിഡൻറ്റിനുള്ളതുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി ചിരിച്ചുകൊണ്ട് ഞാൻ കൂടി സാക്ഷിയാകെ മറ്റൊരാളിനോട് പറഞ്ഞത് അവൻ ഔലിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാം എന്നാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം മരണപ്പെട്ടു പോയി. പടച്ചോൻ അദ്ദേഹത്തിന് പരലോകം എളുപ്പമാക്കി കൊടുക്കട്ടെ. ജമാഅത്ത് പ്രസിഡൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി സംസാരിക്കുന്നത് അങ്ങനെയാണ്, അല്ലാതെ അവിടുത്തെ പവർ നോക്കിയും നിശബ്ദമാകേണ്ടതിന് നിശബ്ദമായും ഒന്നുമല്ല. അതുകൊണ്ട് പലതും പറയുമ്പോൾ ചിലപ്പോൾ കമ്മിറ്റിക്കാർക്കോ മറ്റു പലർക്കുമൊക്കെ പരിഭവം തോന്നിയേക്കാം. ഒരു മയ്യത്ത് കൊണ്ടുവച്ചിട്ട് 5-10 മിനിറ്റ് അദ്ദേഹം പ്രബോധനം നടത്തുമ്പോൾ ആ കൊണ്ടുവന്ന കിടക്കുന്ന ആളിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വലിയ ധനസഹായം ചെയ്യുന്ന ആളായിരുന്നു, എന്നെ എപ്പോഴും കാണുമായിരുന്നു, അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിപ്പോൾ പല സ്ഥലങ്ങളിൽ ചെന്നാൽ കേൾക്കുന്ന ഒരു പ്രസംഗമുണ്ട്. പ്രത്യേകിച്ച് മക്കൾക്ക് എന്തെങ്കിലും മാർഗം കൂടിയുണ്ട്, അവർ ജീവിച്ചിരിക്കുകയാണ്, അവർ ആ സദസ്സിലുണ്ടെങ്കിൽ പിന്നെ മക്കളുടെ മഹത്വം കൂടി പ്രസംഗിക്കുന്ന ചില ഉസ്താദുമാരുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ മക്കളെ വേറെ ആർക്ക് കിട്ടും എന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് ആ തുട്ടുമായി ഗാന്ധിജിയുമായുള്ള ബന്ധം തലമുറകളായി നിലനിർത്താൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കാറുണ്ട്. പക്ഷേ ഈ പണ്ഡിതൻ അങ്ങനെ ഒന്നും കാണിക്കാറേയില്ല. നേർക്ക് നേരെ ഉള്ള കാര്യം പച്ചയായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ കയറിത്താമസത്തിന് ദുആ ചെയ്യാനായി വിളിച്ചാൽ അവിടെ ചെന്ന് ദുആ ചെയ്യുമ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട നിർമ്മിതിയിലുണ്ടായേക്കാവുന്ന എല്ലാ ഹറാമുകളും എടുത്തെടുത്ത് ഉറക്കെ പറഞ്ഞ് അദ്ദേഹം ദുആ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അദ്ദേഹം പറയുന്ന ഗണത്തിലൊക്കെ തന്നെയും അത് വരാനുള്ള സാധ്യതയും ഉണ്ടാകാറുണ്ട്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹം പ്രവർത്തിക്കുന്ന നാട്ടിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ കിടന്ന മനുഷ്യരോട് അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്, വലിയ കാര്യമാണ്. ചെറിയ കുഞ്ഞുങ്ങളോടും അത്തരം കുട്ടികളോടുമൊക്കെ വലിയ സ്നേഹത്തിൽ പെരുമാറാറുണ്ട്. ഏതെങ്കിലുമൊക്കെ കുട്ടികൾ, തൻ്റെ പ്രദേശത്ത് വരുന്ന കുട്ടികൾ മത്സര പരീക്ഷ എഴുതാൻ പോകുമ്പോഴോ എഴുതി കഴിഞ്ഞ് വരുമ്പോഴോ ഒക്കെ നന്നായി എഴുതിയോ എന്ന് അന്വേഷിക്കാൻ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നടന്ന് അവിടെ വന്ന് ആ കുട്ടികളോട് വർത്തമാനം പറയാറുണ്ട്. ആ കുട്ടികളെ അത്തരം കാര്യങ്ങളിൽ ഉണർത്താറുണ്ട്. തുടർച്ചയായി പള്ളിയിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ എവിടെയെന്ന് അന്വേഷിക്കാറുണ്ട്. പള്ളിയിൽ വരുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന് ആകെ ആ ജമാഅത്തിലെ ആളുകളിൽ നിന്ന് വേണ്ട ഒറ്റ ഉറപ്പ്, ഇപ്പോൾ റമദാനിൽ പള്ളി നിറയ്ക്കുന്ന എല്ലാ നിസ്കാരക്കാരും തുടർന്നും വരണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പോടെ എഴുന്നേൽപ്പിച്ച് നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് പോലെ ഇനി വന്നുകൊള്ളാമെന്ന് പറയിക്കാറുണ്ട്. ആരുടെ മുന്നിലും പുള്ളി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൈനീട്ടാറില്ല. ഇനി എനിക്കറിയാവുന്ന 2 സംഭവങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് മഞ്ഞപ്പിത്തം ബാധിച്ച് വളരെ ഗൗരവമായ അവസ്ഥയിൽ ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഒരു റമദാനിലാണ്. വാഹനവുമായി ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അഹമ്മദ് കോയക്കയും കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയാണ്. സാധാരണ റമദാനിൽ നടത്തുന്ന പ്രസംഗം, പൊതുസമൂഹത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ ഉള്ളത്. അത് തീർന്നപ്പോൾ പതിവ് പോലെ അദ്ദേഹം ദുആ ചെയ്തു.
തൻ്റെ മകൻ്റെ കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായി അദ്ദേഹം ഒന്നും എടുത്തു പറഞ്ഞില്ല. ഓടി വന്ന് കാറിൽ കയറി. ഞങ്ങളുടെ കാറ്, ഒരുപക്ഷെ ഞാനായിരിക്കും അന്ന് ആദ്യമായി അത്രയും വേഗതയിൽ കാർ ഓടിക്കുന്നത്. അവിടെ മകനെ കൊണ്ട് ആശുപത്രിയിലാക്കി. അവൻ സുഖമായി. ഇപ്പോൾ എല്ലാം മാറി. വർഷങ്ങളെടുത്തു. ഞാൻ പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ ഉസ്താദ് ദുആ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് അവിടെ ദുആ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യമല്ലല്ലോ, അവിടെ വന്നിരിക്കുന്നവരുടെ കാര്യങ്ങളല്ലേ എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിൽ വേറെന്തെങ്കിലുമൊക്കെ തോന്നാം. ഈ പാരാദൂരവും കഷ്ടപ്പാടും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി. അത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കീശ കാലിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇന്ന് വരെ അതിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ ആരെയും അദ്ദേഹം സമീപിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരിക്കലൊരു ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നു. ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. ആ സർജറി വിധേയമാകാൻ വളരെ പെട്ടെന്ന് ഒരവസരം വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട്, ആ സുഹൃത്തിനും അറിയാം ഫിറോസാണ് ഈ ഉസ്താദിനെക്കുറിച്ച്, അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അതിനാവശ്യമായ തുക ഈ എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, സർജറി കഴിഞ്ഞു. പിന്നീട് ഈ ജോലി ചെയ്തിരുന്ന ജമാഅത്തുകാർ അവരുടെ ഫണ്ടിൽ നിന്നോ മറ്റോ, അവിടെ 10-25 വർഷമായി ജോലി ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ആ തുക അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ആ തുകയുമായി ആദ്യം വരുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് അത് തിരികെ കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നുമല്ല കരുതിയത്, ഞാൻ ഉസ്താദിന് അങ്ങനെ തന്നതല്ല. അങ്ങനെയല്ല, എനിക്ക് പടച്ചതമ്പുരാൻ മറ്റൊരു ഏർപ്പാടാക്കി തന്നപ്പോൾ നിങ്ങൾ തന്നത് നിങ്ങൾ തിരികെ വാങ്ങണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അത് വെറുതെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കയ്യിൽ കാശ് വെച്ച് വാങ്ങണ്ട വാങ്ങ് അങ്ങനെയല്ല, അത് കയ്യിൽ തന്നെ വെച്ചു കൊടുത്ത് അദ്ദേഹം അവിടുന്ന് മടങ്ങി. ആരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പോഴും അദ്ദേഹം പടച്ചതമ്പുരാൻ്റെ കൃപ കൊണ്ട് ആരോഗ്യത്തോടെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിയുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് ആ പഠിപ്പിക്കുന്ന കുട്ടികളെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തി അവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കൊടുത്ത് അവരുടെ ക്ലാസ്സുകൾ മുടങ്ങാതെ പഠിപ്പിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമത്തിൽ കാണാനാവില്ല. ഫേസ്ബുക്കില്ല, ഇൻസ്റ്റയില്ല, അദ്ദേഹത്തിൻ്റെ റീലുകൾ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇന്ന പള്ളിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവാറില്ല. ഇടിച്ചിടിച്ചുള്ള പാട്ടുകളില്ല, ആരാധക വൃന്ദമില്ല, ക്യാമറകളില്ല, ഒന്നുമില്ല. ക്യാമറകളുടെ മുന്നിൽ ചിലരൊക്കെ ഉണ്ടല്ലോ വലിയ ആക്രോശിച്ച് അങ്ങ് പൊട്ടിത്തെറിച്ച് പോകുന്ന പതിവുമില്ല. അദ്ദേഹം മാറി നിശബ്ദമായി അങ്ങ് ഒഴിഞ്ഞു പോകാറുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പേരുകൂടി പറയാം. എൻ്റെ ജമാഅത്തിൽ കഴിഞ്ഞ 30 വർഷമായി ജോലി ചെയ്യുന്ന അബ്ദുൽ സലാം മൗലവി അൽ ഖാസിമി എന്ന് പറയുന്ന പണ്ഡിതനാണ് ഈ പറഞ്ഞ ആൾ. ഞാനിത് പറഞ്ഞത് അത് ഒരാളൊന്നും ആയിരിക്കില്ല, അങ്ങനെ ഒരുപാട് പേർ പല സ്ഥലത്തുണ്ടാവും. അവരെ നേരിട്ട് അറിയണം, അവരിലേക്ക് എത്തണം, അവരെ നമ്മൾ കൂടെ നിന്ന് മനസ്സിലാക്കണം. അപ്പോഴാണതിൻ്റെ മഹത്വം അറിയുന്നത്. പലരെയും നമ്മൾ അടുത്ത് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് ഓടി അകലാനായിരിക്കും തോന്നുക. എന്നാൽ ഇതുപോലെയുള്ള ആലിമീങ്ങളെ നമുക്ക് അടുത്തറിയുമ്പോൾ അവരുടെ അടുപ്പവും അവരുമായി സംസാരിക്കുന്നതും അവരുമായി ഇരിക്കുന്നതുമൊക്കെ ഒരാശ്വാസമാകും തോന്നുക. ഇനി ചോദിച്ച ആളും കേട്ട ആളുകളും ഒന്ന് അന്വേഷിക്കും. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ളവരുണ്ടാവും. ദാറുൽ ദേവബന്ദിൽ ഒരു 90 വയസ്സുകാരനായ മൗലാനയുടെ കഥ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞിരുന്നു. അത്രയും പ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി അദ്ദേഹം തന്നെ നടന്നുപോയി വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ട് ഒരു ശിഷ്യൻ ഓടിച്ചെന്നത്രേ. ചെന്ന് പിടിക്കാൻ പോയപ്പോൾ ഉറച്ച ശബ്ദത്തിൽ തിരിച്ചു ചോദിച്ചെത്രേ, ഈ ഭാരമല്ലേ നീ താങ്ങൂ, നാളെ മഹിഷറയിലെ ഭാരം നീ താങ്ങുമോ എന്ന്. പയ്യൻ പിന്നിലേക്ക് മാറി, അദ്ദേഹം നടന്നുപോയി. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന് നമ്മൾ കാണുന്ന പലരെയും ഒന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. ഒരു കൂട്ടം കുട്ടികളെയും കൊണ്ട് ജമാഅത്തുമായി പിണങ്ങുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്ന് മാറ്റുന്നത് പോലെ ആ കുട്ടികളെയും കൊണ്ട് അടുത്ത പള്ളിയിലേക്ക് പോകുന്നവർ, നടക്കുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴും ഉസ്താദിന് കാലുവേദന എന്ന് പറഞ്ഞ് കാല് തിരുമിക്കുന്നവർ, തുണി കഴിയിക്കുന്നവർ, അതെല്ലാം അവർക്ക് കൂലി കിട്ടുന്നതാണ് എന്നാണ് അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്.
പിന്നെ ഇദ്ദേഹത്തിന് ഞാൻ കണ്ട, അദ്ദേഹം പറഞ്ഞൊന്നുമല്ല, ഈ പറയുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നെനിക്കറിയാം. പക്ഷേ ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെയുമുണ്ട് ആളുകൾ, ഉറപ്പ്.